ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബുൾസൈ. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ബുൾസൈയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ വളരെ ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, അല്പം മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ മണം മാറുന്ന സമയത്ത് നമ്മൾ ഫ്രൈയിങ് പാൻ്റെ നടുഭാഗത്തേക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ആ മസാലക്കൂട്ടിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം ഒരു മുട്ട എടുത്ത് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു ഈ സ്പേസ് നടുഭാഗത്ത് വരാവുന്ന രീതിയിൽ വേണം പൊട്ടിച്ചൊഴിക്കാൻ. അതിനുശേഷം വെള്ളക്കരു മുഴുവനും ഈ മസാലയിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതൊരു ഹാഫ് ബോയിലായി വരുന്ന സമയത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇതിന് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മറച്ചിട്ട് അല്പനേരം ഒന്ന് വേവിക്കുക. സാധാ ബുൾസൈയൊക്കെ വിട്ട് ഡബിൾ സൈഡാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മസാല ബുൾസൈ തയ്യാറായി. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ബുൾസൈയാണ്. നമ്മൾ സാധാരണ ബുൾസൈ ചെയ്യുന്നതിന് വിട്ട് ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.